ആമി എന്താ ഇതിപ്പോ ഫ്ലൈറ്റ് വന്ന് മുറ്റത്തിറങ്ങിയാലും നിന്റെ ഈ പാക്കിംഗ് ഒന്ന് തീരുവോ? ഇത് കഴിയാറായി എളാപ്പ, അതും കൂടുള്ളൂ. വേഗോട്ടെ. അല്ല, ആമിനെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? ഇവിടെ അച്ചാറുണ്ടാക്കാനുള്ള മാങ്ങ പറിക്കാൻ തോട്ടി കെട്ടണേ ഉള്ള. ഇതൊന്ന് ചൂടാറിക്കോട്ടേക്ക, ഇപ്പൊ പാക്ക് ചെയ്യാം. അല്ലിതാ ഇക്കെന്തിയേ? അതാ മോന്തേ വീർപ്പിച്ച് പുറത്തിരിപ്പുണ്ട്, നീ ഒന്ന് പോയി നോക്കിയേ അബ്ദു. അതെന്തിനാണ് ഇപ്പൊ അതിന്റെ ഇടയിൽ? എന്താണ് കൊറിയാതി കൊച്ചു പിള്ളേരെ പോലെ? അവൾ ഇറങ്ങാൻ നിക്കണല്ലേ? എന്താണെന്ന് അറിയില്ല, കൊച്ചു പോണ നേരാവുമ്പോഴേ നെഞ്ചിലൊരു പിടച്ചല്. ജനിച്ച പിന്നെ അവള് നമ്മളൊന്നും വിട്ട് നിന്നിട്ടില്ലല്ലോ. പിന്നെ അന്യനാടല്ലേ. ഇക്കാക്കടെ ഏറ്റവും വലിയ ആഗ്രഹം ഓർന്നില്ല അവളെ പഠിപ്പിച്ച് നല്ലൊരു ഡോക്ടറാക്കാന്നുള്ളത്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഡോക്ടർ ഉണ്ടാകുകയല്ലേ, അപ്പൊ ആ സന്തോഷത്തിന്റെ ഒപ്പം നിക്കല്ലേ വേണ്ടത്, അല്ലാതെ. അതൊക്കെ ശരി തന്നെയാ. എന്നാലും ഒരെന്നാലും ഇല്ല. സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലാണ് അവള് പഠിക്കാൻ പോണത്. പിന്നെ നല്ല സുരക്ഷിതത്വവും ധാർമ്മിക ഉത്തരവാദിത്വം ഉള്ള ഹോസ്റ്റലും, അതും മലയാളി മാനേജ്മെന്റിന്റെ കീഴില്. അത് മാത്രല്ല, സ്വാദിഷ്ടമായ കേരള ഫുഡും. പിന്നെ നമ്മുടെ മൂല്യങ്ങളൊന്നും കൈവിടാത്ത വളരെ സുരക്ഷിതമായ പഠനാന്തരീക്ഷാണ് അവിടെ. സാക്ഷാൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളാണ് ഇൽമ മെഡിക്കൽ വിദ്യാഭ്യാസ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പിന്നെ ഉപ്പാന്റെ ആമിക്കുട്ടിയുടെ സേഫ്റ്റിക്ക് ഇതിൽ കൂടുതൽ എന്തുറപ്പാണ് വേണ്ടത്? ഉസ്ബക്കിലും കിർഗിസ്ഥാനിലും 100-300 വിദ്യാർത്ഥികൾ ഇൽമിന്റെ കീഴിൽ സുരക്ഷിതമായിട്ട് MBBS പഠിക്കുന്നുണ്ട്. പിന്നെ ഇവളെ എന്റെയും കൂടി മോളല്ലേക്കാക്ക, അല്ലാതെ വെറുതെ ഞാൻ സജസ്റ്റ് ചെയ്യൂ. പേടിക്കണ്ട ഉപ്പ, ഐ വിൽ ബി സേഫ് ആൻഡ് ഐ വിൽ ഫുൾഫിൽ യുവർ ഡ്രീംസ്. അത് എളാപ്പാക്ക് മനസ്സിലായില്ല. അവള് ഡോക്ടർ കളിക്കണേ നമ്മുടെ അടുത്ത്. ഇൽം, ഇനിഷ്യേറ്റീവ് ഫോർ ലേണിംഗ് മെഡിസിൻ.